പഠിക്കാനുള്ളത് ഡീഫ്ലേഷണറി ഗ്യാപ്പ് അല്ലെങ്കിൽ കോൺട്രാക്ഷണറി ഗ്യാപ്പ്. മൊത്തം ചെലവിനേക്കാൾ അധികമായി വരുന്ന ഉൽപ്പന്നത്തെയാണ് ഡീഫ്ലേഷണറി ഗ്യാപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഇൻഫ്ലേഷണറി ഗ്യാപ്പ് പഠിച്ചപ്പോൾ ഉൽപ്പന്നത്തേക്കാൾ അധികമായി വന്നത് ചെലവായിരുന്നു, പ്രതീക്ഷിത ചെലവായിരുന്നു. ഇവിടെ ഉൽപ്പന്നമാണ് ചെലവിനേക്കാൾ അധികമായി വരുന്നത്. ഉൽപ്പന്നത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ നമ്മൾ പഠിച്ചതാണ്. അതുപോലെ ഇൻഫ്ലേഷണറി ഗ്യാപ്പിൽ കണ്ടതുപോലെ തന്നെയാണ് ഇവിടെയുള്ള പോയിന്റ്സും തൊഴിലവസരങ്ങളും സാങ്കേതിക വിദ്യയുമാണ് ഇതിനെ നിർണ്ണയിക്കുന്നത്. എന്നാൽ ചെലവിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ കൺസംഷൻ, ഇൻവെസ്റ്റ്മെന്റ്, ടാക്സിന്റെ സ്ട്രക്ചർ തുടങ്ങിയ ഘടകങ്ങളാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഉൽപ്പന്നമാണ് കൂടുന്നത്, പ്രതീക്ഷിത ചെലവ് കുറവാണ്. ഇതാണ് രാഷ്ട്രത്തിൽ കോൺട്രാക്ഷണറി ഗ്യാപ്പ്, കോൺട്രാക്ഷൻ വരുന്നതിനുള്ള കാരണം. സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് രാഷ്ട്രം വഴിവിടുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറുന്നത് ഉൽപ്പന്നം കൂടുന്നു, ചെലവ് കുറയുന്നു. ഈ ഡീഫ്ലേഷണറി ഗ്യാപ്പ് എന്ന് പറയുന്ന സംഗതിയെ ഒരു ഡയഗ്രത്തിലൂടെ നമ്മൾക്ക് വ്യക്തമാക്കാൻ കഴിയും. ഈ ഡയഗ്രത്തിൽ വൈ ആക്സിസിൽ കാണിക്കുന്നത് കൺസംഷൻ, സേവിങ് ദെൻ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയവ കാണിക്കുന്നത് വൈ ആക്സിസിലാണ്. OX ആക്സിസിൽ വരുമാനത്തെ കൊടുത്തിരിക്കുന്നു. വരുമാനം നിർണ്ണയിക്കപ്പെടുന്നത് C+S, 45 ഡിഗ്രി ലൈൻ എപ്പോഴും C+Sനെ കാണിക്കുന്നു. C+Sഉം Cയും കൂടി യോജിക്കുന്ന പോയിന്റിൽ വെച്ചാണ്. ആദ്യം നമ്മൾ C വരയ്ക്കുന്നു. ഇനി സിയുടെ കൂടെ I ആഡ് ചെയ്യപ്പെടുമ്പോൾ ഇത് വരയ്ക്കേണ്ടത് കുറച്ച് മുകളിലാണ്, താഴോട്ടാണ് ഷിഫ്റ്റിംഗ്. അതുകൊണ്ട് മുകളിലാണ് C+I കർവ് നമ്മൾ വരയ്ക്കേണ്ടത്. I സിയുടെ കൂടെ ആഡ് ചെയ്യുമ്പോൾ C+I ആവുന്നു. C+Iയും C+Sഉം കൂടി യോജിക്കുന്ന പോയിന്റ് ഇക്വിലിബ്രിയം ആവുന്നു. അങ്ങനെ ആ ഇക്വിലിബ്രിയത്തിൽ നിന്ന് നമ്മൾ OY വരുമാനം അല്ലെങ്കിൽ Y0 വരുമാനം നിശ്ചയിക്കപ്പെടുന്നു. ഇത് ഇക്വിലിബ്രിയമാണ്. ഇനി ഉൽപ്പന്നത്തേക്കാൾ ചെലവ് കുറയുന്ന അവസ്ഥയിൽ C+I കർവ് താഴോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. C+I കർവ് താഴോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയും അത് C+I' ആയി മാറുകയും ചെയ്യുന്നു. ഇനി C+Iയും C+I' തമ്മിലുള്ള ഈ ഗ്യാപ്പാണ് നമ്മൾ ഡീഫ്ലേഷണറി ഗ്യാപ്പായി കണക്കാക്കുന്നത്. അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ Eയും E1ഉം തമ്മിലുള്ള E2 E1 ആണ് ഡീഫ്ലേഷണറി ഗ്യാപ്പ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ദൂരമാണ് ഡീഫ്ലേഷണറി ഗ്യാപ്പായി കണക്കാക്കുന്നത്. ചിത്രം ഒന്നുകൂടി പറയാം. ഇൻകം എക്സിൽ, കൺസംഷൻ, സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് വൈയിൽ C കർവ് വരച്ചു, C+S വരച്ചു. C+Iയും C+Sഉം കൂടി യോജിക്കുന്ന പോയിന്റ് ഇക്വിലിബ്രിയേറ്റ് എടുത്തു. ഈ ഇക്വിലിബ്രിയത്തിൽ നിന്ന് വരുമാനം സെറ്റ് ചെയ്തു Y0. ഇനി ഇൻവെസ്റ്റ്മെന്റ് കുറയുമ്പോൾ, ചെലവ് കുറയുന്നതിൻ്റെ ഫലമായി ഈ കർവ് താഴോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയും അങ്ങനെ ഈ Eയും പുതുതായി ഷിഫ്റ്റ് ചെയ്ത C+I' തമ്മിലുള്ള ഈ ഗ്യാപ്പിനെ ഡീഫ്ലേഷണറി ഗ്യാപ്പ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഡീഫ്ലേഷണറി ഗ്യാപ്പ് എന്ന് പറയുന്ന ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുക? സമ്പാദ്യശീലത്തെ ജനങ്ങളുടെ കുറയ്ക്കണം. അപ്പോൾ ചെലവ് ചെയ്യാനുള്ള പ്രവണത വർദ്ധിക്കുന്നു. അങ്ങനെ ഇതിനുള്ള പരിഹാരം ഉണ്ടാവാം. അടുത്തത് ഉൽപ്പന്നം കുറയ്ക്കുക. നമ്മൾ പഠിച്ചതാണ് ഡീഫ്ലേഷണറി ഗ്യാപ്പ് വരാനുള്ള കാരണം ഉൽപ്പന്നം അധികമാകുന്നത് കൊണ്ടാണ്. അപ്രകാരമാണെങ്കിൽ ഇതിനെ പരിഹരിക്കാൻ ഉൽപ്പന്നത്തിൻ്റെ അളവ് കുറയ്ക്കുക, ചെലവ് കൂട്ടുക, അതാണ് ഇത് പരിഹരിക്കാനുള്ള മാർഗം. അപ്പോൾ ഉൽപ്പന്നത്തെ കുറയ്ക്കേണ്ടതുണ്ട്. ഇനി ടാക്സ് റേറ്റ് കുറയ്ക്കണം. കാരണം ടാക്സ് അമിതമായി ചുമത്തുമ്പോൾ ജനങ്ങളുടെ കൈവശമുള്ള പണത്തിൻ്റെ അളവ് കുറയും, ചെലവ് ചെയ്യാനുള്ള പ്രവണത കുറയുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഗവൺമെൻറ് ഡീഫ്ലേഷൻ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ടാക്സ് റേറ്റിനെ കുറയ്ക്കേണ്ടതുണ്ട്. അടുത്തത് ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിക്കണം. കാരണം ഗവൺമെൻറ് കൂടുതൽ ചെലവ് ചെയ്യുമ്പോൾ ഈ തുക ജനങ്ങളുടെ കൈവശം എത്തുകയും ചെലവ് ചെയ്യാനുള്ള അവരുടെ കപ്പാസിറ്റി വർദ്ധിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഗവൺമെൻറ്റിൻ്റെ ചെലവുകൾ എക്സ്പെൻഡിച്ചർ ഡീഫ്ലേഷണറി ഗ്യാപ്പ് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നടപടികളെല്ലാം ജനങ്ങളുടെ കൈവശമുള്ള വരുമാനം, ചെലവ് ചെയ്യാനുള്ള അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികളാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ.